ഇന്നത്തെ പത്രവാർത്തകളുമായി എത്തുന്നത് സനോജാണ്. ഗുഡ് മോർണിംഗ് സനോജ്, എന്തെല്ലാമാണ് പത്രങ്ങളിലെ വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് ഹർഷൻ. എനിക്ക് തോന്നുന്നത് വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയൽ സത്യത്തിൽ കോൺഗ്രസ് നേതാക്കളോടുള്ള മറുപടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സുധാകരൻ്റെ പ്രസ്താവന കൂടെ വന്നതോടുകൂടെ ഏകദേശം അതിലൊരു തീരുമാനമായിട്ടുണ്ട്. ഏതായാലും ഇത് ഒന്നാം പേജിലും വീക്ഷണം നൽകിയിട്ടുണ്ട്. കാരണം അത് രാഹുലിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ള വാർത്ത തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കുടിയേറ്റ വിരുദ്ധത അമേരിക്ക ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഹർഷൻ. കാരണം പ്രത്യേകിച്ച് ഈ മൂന്നാം ലോക രാജ്യക്കാർ ഇനി ഇങ്ങോട്ട് വരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന് ട്രംപ് പറഞ്ഞാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് ഒന്നാം പേജിൽ എല്ലാവരും വളരെ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഹിന്ദു അടക്കം മലയാള മനോരമ അടക്കം എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇപ്പോൾ ഏറ്റവും വലിയൊരു ട്രിഗർ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ഒരു അഫ്ഗാൻ കുടിയേറ്റക്കാരൻ അവിടുത്തെ ഒരു നാഷണൽ ഗാർഡിനെ വെടിവെച്ചു കൊന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായി. അതിനെ തുടർന്ന് ട്രംപിൻ്റെ വളരെ നിലപാട്, അതായത് നിലവിൽ അവർ അത് ആവർത്തിക്കുന്ന നിലപാട് തന്നെയാണ്. അപ്പോൾ മൂന്നാം ലോകക്കാർ ഇങ്ങോട്ട് വരണ്ട എന്ന് മലയാള മനോരമയുടെ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. അക്കാര്യം ഒരുപക്ഷെ അല്ലെങ്കിൽ കുറേ കാലമായി അമേരിക്കയിലെ ഈ പറഞ്ഞ പോലെ റിപ്പബ്ലിക്കൻസ് പ്രത്യേകിച്ചും ഒക്കെ തന്നെ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഹിന്ദുവിൻ്റെ ഒന്നാം പേജിലെയും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തലക്കെട്ടെന്ന് പറയാം. കാരണം ട്രംപ് സെയ്സ് ഹി വിൽ സ്റ്റോപ്പ് ഓൾ മൈഗ്രേഷൻ ഫ്രം തേർഡ് വേൾഡ് ആഫ്റ്റർ DC ഷൂട്ടിംഗ് എന്നാണ്. അതായത് ഈ ഷൂട്ടിങ്ങിനെ തുടർന്ന് ഈ കാര്യത്തിൽ ട്രംപ് നിലപാട് കടുപ്പിക്കുന്നു. ഈ തേർഡ് വേൾഡ് കൺട്രീസിലുള്ള ആളുകൾ ഇവിടെ വരുന്നത് ഇവിടുത്തെ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് കടുത്ത നിയമങ്ങളിലേക്കും നടപടികളിലേക്കും പോകും എന്ന് ഹിന്ദു ഒന്നാം പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു. ഇത് മാതൃഭൂമി 12ാം പേജിൽ നൽകിയിട്ടുണ്ട്. മൂന്നാം ലോക രാജ്യക്കാരുടെ കുടിയേറ്റം മരവിപ്പിക്കും, വൈറ്റ് ഹൗസിനടുത്ത് വെടിവെപ്പ് എന്ന് അവർ ഒരു സബ്ഹെഡ് കൊടുത്തുകൊണ്ട് തന്നെ നാഷണൽ ഗാർഡ് അംഗം സാറ ബെക്സ്റ്റോ മരിച്ചു. അതിനെ തുടർന്ന് കടുത്ത നിലപാടിൽ അമേരിക്കൻ ഭരണകൂടം പോകുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ലോകം ശ്രദ്ധിക്കുന്ന ഒരു വാർത്ത. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ, അത് ഗവർണറുടെ സുപ്രീം കോടതിയിലേക്കുള്ള അതായത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനം സംബന്ധിച്ച് അപ്പീൽ ഗവർണർ സുപ്രീം കോടതിയിൽ പോകുന്നു. അതിൽ രൂക്ഷമായ വിമർശനം സുപ്രീം കോടതി നടത്തി എന്നുള്ളതാണ്. ഗവർണറെ കുടഞ്ഞു എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് തന്നെ. ഗവർണറെ കുടഞ്ഞു. ജസ്റ്റിസ് ധൂലിയ സമിതിയുടെ റിപ്പോർട്ട് വെറും കടലാസ് കഷ്ണമല്ല എന്ന് ഓർക്കണമെന്ന് ഗവർണറോട് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. അതേസമയം അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത കോടതിയിൽ ശ്രദ്ധയപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ റിപ്പോർട്ട് പരിശോധിച്ചെന്ന് ജസ്റ്റിസ് പർദിവാല ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു ഗവർണറുടെ അഭിഭാഷകൻ വെങ്കിട്ട സുബ്രഹ്മണ്യത്തിൻ്റെ മറുപടി. അപ്പോൾ അങ്ങനെയാണ് ആ മറുപടിയിലാണ് അദ്ദേഹം പറഞ്ഞത്, സുപ്രീം കോടതി പറഞ്ഞത്, ജസ്റ്റിസ് ധൂലിയ സമിതിയുടെ റിപ്പോർട്ട് വെറും കടലാസ് കഷ്ണമല്ല എന്ന് ഓർക്കണം എന്ന് പറയുന്നു. ഇത് എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് വെറും കടലാസല്ല എന്ന് സുപ്രഭാതത്തിൻ്റെ തലക്കെട്ടിൽ പറയുന്നു. ഒപ്പം മലയാള മനോരമയും ഈ വാർത്ത പ്രാധാന്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട വാർത്ത ഇത് തന്നെയാണ്. വൈസ് ചാൻസലർ നിയമനം, ഗവർണർക്ക് സുപ്രീം കോടതിയുടെ വിമർശനം, തീരുമാനം വേണം ഉടൻ എന്ന് മനോരമ എഴുതിയിരിക്കുന്നു. ദേശാഭിമാനി അത് വളരെ പ്രാധാന്യത്തിൽ തന്നെ നൽകിയിരിക്കുന്നു. ഉടൻ നടപടി വേണം, ഗവർണർക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം എന്ന് ദേശാഭിമാനി നൽകിയിരിക്കുന്ന തലക്കെട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഗവർണർ ഈ വിഷയത്തിൽ ഒരു വിമർശനം നേരിട്ടു എന്നുള്ളതിന് എല്ലാ പത്രങ്ങൾക്കും ആ ഒരു അർഹിക്കുന്ന പ്രാധാന്യത്തിൽ അവർ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ഈ വോട്ടർ പട്ടിക തീവ്ര പരിശോധന നടക്കുകയുള്ള SIRമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ലക്ഷങ്ങൾ പുറത്താകും എന്നൊരു വാർത്ത ഇന്ന് ദേശാഭിമാനിയിലുണ്ട്. അത് ഏകദേശം 10 ലക്ഷത്തോളം പേർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന് സൂചന. ഇത് പ്രകാരം, അതായത് വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ ലക്ഷക്കണക്കിന് വോട്ടർമാർ പുറത്താകും. വ്യാഴാഴ്ചത്തെ കണക്കുകൾ പ്രകാരം ഈ പറയുന്ന ഇത്രയും പേര് 5 ലക്ഷത്തിൽ കൂടുതൽ പേരെ കണ്ടെത്താനായില്ലെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് 10 ലക്ഷത്തോളം പേർ ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും എന്ന് ദേശാഭിമാനി നൽകിയ വാർത്തയിലുണ്ട്. മറ്റൊരു ഈ സിറാജിലെ തലക്കെട്ടും ഗവർണർ വിമർശിച്ച് സുപ്രീം കോടതി എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ അത് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചൊരു വലിയ തർക്കം നിലനിൽക്കുകയാണ്. സിദ്ധരാമയ്യ DK തർക്കം നിലനിൽക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച്. ആ തർക്കത്തെ സംബന്ധിക്കുന്ന വാർത്ത ഇന്ന് സിറാജ് നൽകിയിരിക്കുന്നു. സിദ്ധരാമയ്യ സുരക്ഷിതൻ, ശിവകുമാർ അയയുന്നു എന്നുള്ളതാണ് വളരെ പ്രാധാന്യത്തിൽ അവർ നൽകിയിരിക്കുന്നത്.
നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാർത്തയിലേക്ക് തിരിച്ചു വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനായി ലുക്കൌട്ട് നോട്ടീസ് എന്ന് ദേശാഭിമാനി എഴുതിയിരിക്കുന്നു. ഒപ്പം കൗമുദി അടക്കം എല്ലാ പത്രങ്ങളും അതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കാരണം രാഹുലിനെ തേടി എന്നാണ് മാധ്യമം പറയുന്നത്. രാഹുൽ കേസിൻ്റെ ഗതി കോടതി നിലപാടിൽ, അതായത് ഈ എന്തൊക്കെ കുറ്റങ്ങൾ, ഏത് രീതിയിൽ വകുപ്പുകൾ, ഒപ്പം ഏതൊക്കെ തരത്തിലുള്ള ശിക്ഷകൾ ലഭിക്കും എന്നുള്ളത് സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ ഈ കാര്യത്തിൽ കൗമുദി വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ഇത് ഉൾപേജിലേക്കാണ് മാതൃഭൂമി ഈ വാർത്ത, പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാർത്തകൾ ഇടം പിടിക്കുന്ന പേജിലേക്ക് തന്നെ അവർ അത് പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. 7-ാം പേജിൽ രാഹുലിൻ്റെ പേരിൽ ബലാത്സംഗ കേസെന്നും ഗുരുതര വകുപ്പുകൾ ചുമത്തി യുവതിയുടെ രഹസ്യ മൊഴിയെടുത്തു എന്നുള്ളതാണ് മാതൃഭൂമി നൽകിയിരിക്കുന്ന തലക്കെട്ട്. മറ്റൊരു ഇതിൻ്റെ ഒരു വേറെ ആംഗിളിലേക്ക് മംഗളം പോയിരിക്കുന്നു. അത് ഉഭയസമ്മതമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും ഒപ്പം രാഹുൽ എന്തൊക്കെ വാദങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതിലേക്ക് മംഗളം ആ വാർത്തയെ കൊണ്ടുപോയിട്ടുണ്ട്. ഒപ്പം വീക്ഷണം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയലിൽ ഈ പറയുന്ന വിമർശനം കോൺഗ്രസിൻ്റെ നിലപാടിന് അവരുടെ മുഖപത്രം തന്നെ രാഹുലിനെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് എഴുതിയ സാഹചര്യത്തിൽ അത് 1-ാം പേജിൽ നിരപരാധി എന്ന് രാഹുൽ ഈ വാർത്തയെ ആ രീതിയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തയിൽ നിന്ന് പുറത്തു കടന്നാൽ നമുക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിൽ ജന്മഭൂമിയുടെ 1-ാം പേജിൽ സർക്കാരിനെതിരെ ആരോപണം വിഴുങ്ങി പത്മകുമാർ മുൻകൂട്ടി തിരക്കഥയൊരുക്കി എന്ന് പറഞ്ഞൊരു വാർത്ത അവർ പത്തനംതിട്ടയിൽ നിന്ന് നൽകിയിരിക്കുന്നു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് മാത്രമായി പങ്കില്ലെന്നും സർക്കാർ തല നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ള പത്മകുമാർ 2-ാം ചോദ്യം ചെയ്യലിൽ ആ വാദം വിഴുങ്ങി എന്നാണ് ജന്മഭൂമി പറയുന്നത്. ഏതായാലും ഈ വാർത്തയെ ഇത് മറ്റു പത്രങ്ങളും ഈ വാർത്തയെ പ്രാധാന്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ അതിൽ നമുക്കറിയാവുന്നതുപോലെ ഈ ക്രിക്കറ്റിൻ്റെ, അതായത് നിരവധി വാർത്തകളുള്ള ദിവസം, ഒപ്പം ഈ ഗംഭീറിനെ കൈവിടാതെ BCCI ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. ഒപ്പം മറ്റൊരു ക്രിക്കറ്റ് വാർത്ത അതിനകത്ത് കൗതുകമുള്ളത്, നമ്മുടെ സ്മൃതി മന്ദാനയെ പിന്തുണച്ച ജമീബ റോഡ്രിഗസിന് പിന്തുണയുമായി അല്ലെങ്കിൽ അഭിനന്ദനവുമായി സുനിൽ ഷെട്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി 10-ാം പേജിൽ ഒരു വാർത്ത നൽകിയിരിക്കുന്നു. ബിഗ് ബാഷിനും മീതെ ബിഗ് ഫ്രണ്ട്ഷിപ്പ്. അതായത് സ്മൃതി മന്ദാനയുടെ ഇപ്പോഴത്തെ ഒരു അച്ഛന് സുഖമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും വിവാഹം മാറ്റിവെക്കുകയൊക്കെ ചെയ്ത സമയത്ത് മറ്റൊരു ലീഗിലേക്ക് കളിക്കാൻ പോകുന്നതിന് പകരം അവർ ഇവിടെ തന്നെ നിന്നു. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ പിന്തുണച്ചുകൊണ്ട് അവരുടെ കൂടെ ഉണ്ടായി. അവർ ഓസ്ട്രേലിയൻ ലീഗിലേക്ക്, വനിതാ ലീഗിലേക്ക് പോയില്ല. സ്മൃതി മന്ദാനയെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായി മുംബൈയിൽ എന്നുള്ളതാണ്. അതിനെ സുനിൽ ഷെട്ടി പിന്തുണച്ചിരിക്കുന്നു എന്നുള്ള ഒരു കൗതുക വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഒപ്പം ഹോക്കി ജൂനിയർ ലോകകപ്പിൽ ചിലിയെ തകർത്ത ഇന്ത്യയുടെ വാർത്തയും നൽകിയിരിക്കുന്നു. അത് 7 ഗോളിന് ചിലിയെ തകർത്ത് ഇന്ത്യ. ഫ്രൈഡേ എന്നാണ് അതിനകത്ത് നല്ല രസകരമായൊരു തലക്കെട്ട് കൂടെ നൽകിയിട്ടുണ്ട്. ഒപ്പം ഇന്ന് ബംഗാളിൽ തൃണമൂലിൻ്റെ SIRമായി ബന്ധപ്പെട്ട കടുത്ത വിമർശനം മമതാ ബാനർജി ഉന്നയിക്കുന്ന സമയത്ത് ബംഗാളിൽ അവരുടെ 10-അംഗ സമിതി ഇലക്ഷൻ കമ്മീഷനെ ഡൽഹിയിൽ ഇന്നലെ സമീപിച്ചിരുന്നു. അതിൽ അവരുടെ പരാതികൾ ഉന്നയിക്കുകയും ജ്ഞാനേഷ് കുമാറിൻ്റെ കയ്യിൽ ചോര പുരണ്ടിരിക്കുന്നു എന്നാണ് തൃണമൂലിൻ്റെ നേതാക്കൾ ആ വിമർശനത്തിൽ ഉന്നയിച്ചത്. ഡെറക് ഒബ്രിയാൻ്റെ നേതൃത്വത്തിൽ. അത് ഇന്ന് ഹിന്ദു 9-ാം പേജിൽ നൽകിയിരിക്കുന്നു. ഏതായാലും 9-ാം പേജിൽ നൽകിയിരിക്കുന്നു. ഇപ്പോൾ മറ്റ് പല വാർത്തകളും ഉണ്ട്. ധാരാളം വാർത്തകളുള്ള ദിവസം കൂടിയാണ്. സമയത്തിൻ്റെ പരിമിതിയുണ്ട് ഹർഷൻ. ഞാൻ അതുകൊണ്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ വിഷയത്തിൻ്റെയൊക്കെ നിലപാട് ഔദ്യോഗികമായി അവർ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ബാക്കി കോൺഗ്രസ് നേതാക്കൾ എന്ത് പറയുമെന്നുള്ളത് നോക്കാം.